ഹായ് ഫ്രണ്ട്സ്, 3D ഹോം ടിപ്സിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് വിയറ പ്രോക്സിനെ കുറിച്ചാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു എക്സ്റ്റീരിയർ വ്യൂ ആണ് ഞാനിവിടെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളൊരു 3D Max തുടക്കക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ അതിനാൽ ഈ വിയറ പ്രോക്സിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇനി എന്താണ് വിയറ പ്രോക്സി? ആദ്യം അതൊന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അതിനുശേഷം അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നത് നമുക്ക് നോക്കാം. നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ ഈ 3D Max ഫയലിൽ ഒരുപാട് മെഷ് ഫയൽസ് കാണാം. അതായത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്ലാൻസ് കാണാം, കാറ് കാണാം, ട്രീസ് കാണാം. അപ്പോൾ ഇതെല്ലാം കൂടി ഈ ഫയലിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് റെൻഡർ ചെയ്യുമ്പോൾ, അതായത് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റെൻഡറിങ് ടൈം കൂടുകയും അല്ലെങ്കിൽ നമ്മൾ കപ്പാസിറ്റി കുറഞ്ഞ സിസ്റ്റം ആണെങ്കിൽ ക്ലോസ് ആകാൻ സാധ്യത ഏറെയാണ്. അതിനാലാണ് ആ ഫയലിൽ അടങ്ങിയിരിക്കുന്ന ഓരോ മെഷ് ഫയലുകളും വിയറ പ്രോക്സിയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു മെഷ് ഫയൽ വിയറ പ്രോക്സി ആക്കിയാൽ അതെങ്ങനെ ഇരിക്കുമെന്ന് ഒരു സംശയം കാണാം. അപ്പോൾ ആ സംശയമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മാറ്റി തരുന്നതാണ്. അതിനാൽ നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനൊരു എക്സ്റ്റീരിയർ വ്യൂ ആണ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ കാണുന്ന ഒരുപാട് ബോക്സുകൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതാണ് ആ ബോക്സുകളെല്ലാം മെഷ് ഫയലുകളാണ്. ആ മെഷ് ഫയലുകൾ പ്രോസസ് ആക്കിയതാണ് ഈ ഓരോ ബോക്സുകളും. അപ്പോൾ ഇനി നമുക്ക് ഈ ബോക്സുകൾ ഓരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതായത് ഇതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് നമുക്കൊന്ന് ചേഞ്ച് വരുത്തിയാൽ അത് ഏതൊക്കെ മെഷ് ഫയലാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് ഒന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു ബോക്സ് ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ സെറ്റിങ്സിൽ പോവുക. അതായത് കമൻറ്റ് പാനലിൻ്റെ രണ്ടാമത്തെ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ അതിൻ്റെ വിയറ പ്രോക്സി എന്ന സെറ്റിങ്സ് കാണാം. അതിൽ പ്രോക്സി പാരാംസ് എന്ന ഓപ്ഷൻ കാണാം. ഞാൻ മൗസ് കൊണ്ട് റൗണ്ട് ചെയ്യുന്ന ഭാഗത്ത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അതിനുശേഷം അതിൽ ഡിസ്പ്ലേൻ്റെ തൊട്ട് താഴത്തെ ഒരു ബോക്സ് കാണാം, ബൗണ്ടറി ബോക്സ്. അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ 5 ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൽ ഓരോന്ന് സെലക്ട് ചെയ്താൽ അവിടെ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ ആ ബോക്സ് നിങ്ങൾക്ക് പല രൂപത്തിൽ ചേഞ്ച് ആവുന്നതായിട്ട് കാണാം. ഓക്കെ, ഇപ്പോൾ ഷോ വോൾ മെഷ് എന്ന ലാസ്റ്റത്തെ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ ആ ബോക്സിലെ മെഷ് ഫയൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ട്രീ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ അടുത്തതൊന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇനി അടുത്ത ബോക്സ് ഏത് മെഷ് ഫയലാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ബോക്സ് സെലക്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ സെറ്റിങ്സിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രോക്സി പാരാംസിൽ ഷോ വോൾ മെഷ് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ ആ മെഷ് ഫയൽ ട്രീ ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയറായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഒരു മെഷ് ഫയൽ എങ്ങനെ വിയറ പ്രോക്സി ആക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്കൊരു മെഷ് ഫയൽ എടുക്കാം. ഞാൻ അതിനു വേണ്ടി ഇവിടെ ഒരു പ്ലാന്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ ഏത് പ്ലാന്റ് ആണെന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ ഈ പ്ലാന്റ് ആണ് സെലക്ട് ചെയ്തത്. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് എടുക്കുക. റൈറ്റ് ക്ലിക്കിൽ വിയറ മെഷ് എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ കാണാം. അവിടെ സെലക്ട് ചെയ്യുക.
അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോക്സ് ഓപ്പൺ ആയതായിട്ട് കാണാം, അതായത് വിയര മെഷ് എക്സ്പോർട്ടിൻ്റെ. അതിൽ ഫോൾഡർ എന്ന ഒരു ഓപ്ഷൻ കാണാം. ഈ ഫോൾഡറിൽ നിങ്ങൾക്ക് ഇവിടെ സീല്, യൂസേഴ്സ്, യൂസർ, ഡോക്യുമെൻറ്റ്, 3D Max എക്സ്പേർട്ട് എന്ന് കാണാം. അത് കണ്ട ശേഷം നമ്മൾ ഇതിന് ഓക്കെ അടിച്ചാൽ ഈ പ്രോസി ആക്കിയ മെഷ് ഫയൽ ആ ഫോൾഡറിനുള്ളിലായിരിക്കും സേവ് ആവുന്നത്. ഇങ്ങനെ ഇതുപോലെ ഓക്കെ അടിച്ച് സേവ് ചെയ്താൽ നമ്മൾ കുറച്ച് മാസങ്ങൾ ശേഷം, കുറച്ച് കാലത്തിന് ശേഷം നമ്മൾ ഈ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു ഫയലിൽ ഈ ഒരു മെഷ് ഫയൽ ഈ പ്രോസി ആക്കിയ മെഷ് ഫയൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയാൽ ഒരുപാട് ഇതുപോലെ പ്രോക്സി ഫയൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എറർ സംഭവിച്ചാൽ നമുക്കത് മെർജ് ചെയ്യാനൊക്കെ, അതായത് ആ മെഷ് ഫയൽ തിരഞ്ഞെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫോൾഡറിൽ ബ്രൗസിൽ പോയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഫയലിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ഈ വിയര പ്രോക്സി അവിടെ സേവ് ആക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ഈ ഫയൽ എങ്ങനെ സേവ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ ഡെസ്ക്ടോപ്പിലാണ് ഞാൻ ഫോൾഡർ ഉണ്ടാക്കി സേവ് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഫയലിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കുക. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയൽ സേവ് ചെയ്യുന്ന ഫോൾഡറിനുള്ളിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കുക. അതിൽ ഈ വിയര പ്രോക്സി സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് നോക്കാം. ഞാൻ ഇവിടെ ഡെസ്ക്ടോപ്പ് എടുത്തു. ഓക്കെ, അതിനുശേഷം അവിടെ ഒരു ഫോൾഡർ ഉണ്ടാക്കി. ഡെസ്ക്ടോപ്പ് ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തു. എന്നിട്ട് മേക്ക് ന്യൂ ഫോൾഡർ എന്ന ഓപ്ഷൻ ഇവിടെ കാണാം, അവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നെയിം കൊടുക്കാം. റീനെയിം കൊടുത്തു. എന്നിട്ട് വിയര പ്രോക്സി എന്ന് ടൈപ്പ് ചെയ്ത് നെയിം ചേഞ്ച് ചെയ്തു. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ വിയര പ്രോസി എന്ന ഒരു ഫോൾഡർ വന്നതായിട്ട് കാണാം. അതിനുശേഷം നേരത്തെ ഓപ്പൺ ചെയ്തു വെച്ച വിയര, അതായത് ആ 3D Max ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അതിലെ വിയര മെഷ് എക്സ്പോർട്ട് ബോക്സിൽ അടുത്ത സെറ്റിങ്സ് ഒന്ന് നോക്കാം. അതിൽ എക്സ്പേർട്ട് ആൾ ഒബ്ജക്റ്റ് ഇൻ എ സിംഗിൾ ഫയൽ എന്ന ഓപ്ഷൻ കാണാം. അതായത് ഫസ്റ്റത്തെ ഓപ്ഷൻ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൽ ഫയൽ എന്ന ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങൾ വിയര പ്രോസി ആക്കുന്ന മെഷ് ഫയലിൻ്റെ നെയിമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു ഉദാഹരണ സഹിതം ഞാൻ കാണിച്ചു തരാം. അതിനാൽ ഞാനിവിടെ ജസ്റ്റ് ഒരു നെയിം കൊടുക്കുകയാണ്, പ്ലാന്റ് 1 എന്ന്. അവിടെ പ്ലാന്റ് 1 എന്ന നെയിം കൊടുത്തതിന് ശേഷം തൊട്ട താഴത്തായിട്ട് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് പ്രോസസ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ പേജ് പ്രിവ്യൂ 100 ആണോ എന്ന് നോക്കുക നിങ്ങളുടെ സെറ്റിങ്സിൽ. അതേപോലെ മാക്സ് ഫ്രീ ഫേസസ് 10,000 ആണോ എന്ന് നോക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ ചെയ്തു വെച്ച മെഷ് ഫയൽ വിയര പ്രോക്സി ആയോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ ചെയ്ത മെഷ് ഫയൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സെറ്റിങ്സിലേക്ക് ഒന്ന് പോകാം. ഈ വിയര പ്രോസിയുടെ സെറ്റിങ്സിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രോസി പാരാംസിൽ ഡിസ്പ്ലേയിൽ ആ ബോക്സിൽ 5 ഓപ്ഷൻ കാണാം. ആ 5 ഓപ്ഷനും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിൻ്റേതായ മാറ്റം നിങ്ങളുടെ പ്രോസി ആക്കിയ മെഷ് ഫയലിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതുപോലെ ഞാൻ ഒരു ഉദാഹരണ സഹിതം
പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ സ്ക്രീനിലൊന്ന് ശ്രദ്ധിക്കുക. വേറൊരു മെഷ് ഫയൽ ഞാനൊന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം അതിൻ്റെ റൈറ്റ് ക്ലിക്കിൽ വിയറ മെഷ് എക്സ്പേർട്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം വിയറ മെഷ് എക്സ്പേർട്ടിൻ്റെ ബോക്സ് അവിടെ വന്നു. ഇനി നമുക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി ക്ലിക്ക് ചെയ്തതുകൊണ്ട് വേറെ ഓപ്ഷനിലൊന്നും ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല. അവിടെ ആകെ ചേഞ്ച് വരുത്തേണ്ടത് ആ മെഷ് ഫയലിൻ്റെ നെയിം ചേഞ്ച് വരുത്തേണ്ട സ്ഥലത്ത് മാത്രമാണ്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇനി വേറൊരു ഫയലിലാണ് നിങ്ങൾ വിയറ പ്രോസി ആക്കേണ്ടത് ഉണ്ടെങ്കിൽ നേരത്തെ ചെയ്ത പോലെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. എന്നാൽ മാത്രമേ പുതിയൊരു ഫയലിൽ ഈ മെഷ് ഫയൽ വിയറ പ്രോക്സി ആയിട്ട് സേവ് ആകത്തുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കൊടുത്തതുകൊണ്ട് പഴയ ഫയലിൽ തന്നെ ഈ ഫയൽ സേവ് ആകുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത ഫയലൊന്ന് ഓപ്പൺ ചെയ്യാം. അതിനുവേണ്ടി ഡെസ്ക്ടോപ്പിലാണ് ഞാൻ സേവ് ചെയ്തത്. അതിനുശേഷം ആ ഫയലൊന്ന് ഓപ്പൺ ചെയ്തതാണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ 2 ഫയലിൻ്റെ മെഷ് ഫയലാണ് ഈ ഫോൾഡറിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ സേവ് ചെയ്താൽ വേഗം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതിനാലാണ് നിങ്ങളുടെ ഫയലിൽ തന്നെ, അതായത് ചെയ്യുന്ന ഫയലിൽ തന്നെ ഒരു ഫോൾഡർ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ വീഡിയോകൾക്കായി വെയിറ്റ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.